ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആത്മീയഭോജ്യത്തിൽ ഇന്ന് നാം ധ്യാനിക്കുന്ന വിഷയം, ദൈവമക്കൾ അറയ്ക്കേണ്ടത് വൃത്തികെട്ട കക്കൂസാണോ? അതിനേക്കാൾ നമുക്ക് അറപ്പുളവാക്കേണ്ടത് ദൈവം അറയ്ക്കുന്ന കാര്യങ്ങളാണ്. പലരും പലപ്പോഴും പറയാറുള്ള കാര്യമാണ്, ഈ പബ്ലിക് കക്കൂസിൽ കയറിയാൽ അതിനകത്ത് അത് ഉപയോഗിക്കാൻ അറപ്പാവും. ഒരു സ്ത്രീ സൂചിപ്പിച്ചത്, ആ കക്കൂസിൻ്റെ വൃത്തികേട് കാരണം ഇങ്ങോട്ട് വന്ന് അപ്പി തിരിച്ചു കയറിപ്പോയി. അത്രമാത്രം വൃത്തികെട്ട ഒരു കക്കൂസ്. ഇങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെ അറയ്ക്കുന്ന പലരെയും കാണാൻ സാധിക്കും. പക്ഷെ ദൈവമക്കളായി നമ്മൾ വചന വെളിച്ചത്തിൽ ചിന്തിക്കുമ്പോൾ ദൈവത്തിന് അറപ്പും വെറുപ്പും ഉളവാക്കുന്ന കാര്യങ്ങൾ വചനം കൃത്യമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ആ കാര്യങ്ങൾ അറയ്ക്കാതെ അത് ചങ്കോട് ചേർത്ത് പിടിച്ചിട്ട് നമ്മൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകാൻ മാത്രമേ നമുക്ക് അറപ്പുള്ളെങ്കിൽ നമുക്ക് അതിനേക്കാൾ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഉണ്ടെന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. എന്ന് പറഞ്ഞാൽ നമ്മൾ ഇഷ്ടപ്പെടേണ്ടത് ദൈവം ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ, നമ്മൾ അറയ്ക്കേണ്ടത് ദൈവത്തിന് അറപ്പുളവാകുന്നു എന്ന് പറഞ്ഞിരിക്കുന്ന ആ കാര്യങ്ങളാണ്. നമുക്ക് ഏതാനും കാര്യങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട് മനസ്സിലാക്കാൻ, വചന വെളിച്ചത്തിൽ മനസ്സിലാക്കാനായിട്ട് പരിശ്രമിക്കാം. ഒന്നാമത്തെ കാര്യം, കർത്താവ് അറയ്ക്കുന്നതും വെറുക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ ഏതാണ്? അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതാണ്? 1-2 വചനങ്ങൾ എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ആമോസ് 6-ാം അധ്യായം 8-ാമത്തെ വചനം. അവിടെ കർത്താവ് പറയുന്നുണ്ട്, യാക്കോബേ, നിന്റെ അഹങ്കാരം കണ്ടിട്ട് എനിക്ക് അറപ്പ് തോന്നുന്നു. അഹങ്കാരം എന്ന് പറയുന്നത് ദൈവം അറയ്ക്കുന്ന കാര്യമാണ്. സുഭാഷിതങ്ങൾ 16-5 കൂടി എടുത്താലോ അവിടെയും അഹങ്കാരവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അവിടെ പറഞ്ഞിരിക്കുന്നത്, അഹങ്കരിക്കുന്നവരോട് കർത്താവിന് വെറുപ്പാണ്. അറപ്പ് നമ്മൾ കണ്ടു, ഇവിടെ വെറുപ്പ്. ദൈവത്തിന് അറപ്പും വെറുപ്പും ഉളവാക്കുന്ന ഒരു കാര്യമാണ് അഹങ്കാരം. അതിനെ ചങ്കോട് ചേർത്ത് പിടിച്ച് നടക്കുന്നവർ ദൈവമക്കളാകുമോ? ഇതാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം. അഹങ്കരിക്കുന്നവരോട് കർത്താവിന് വെറുപ്പാണ്, അവർക്ക് ശിക്ഷ കിട്ടാതിരിക്കില്ല, തീർച്ച. ഇതാണ് സുഭാഷിതങ്ങൾ 16-5 വായിക്കുമ്പോൾ നമ്മൾ കാണുക. സങ്കീർത്തനം 119, 113-ാമത്തെ വചനം പറയുന്നത് എന്താ? കപട ഹൃദയരെ കർത്താവ് വെറുക്കുന്നു. ദൈവത്തിന് വെറുപ്പുളവാക്കുന്ന ഒരു പാപമാണ് ഇതെന്ന്. എസെക്കിയേൽ 24-13 വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, ഭോഗാസക്തി എന്ന് പറയുന്നത് നിന്ദ്യമായൊരു കാര്യം. ദൈവം നിന്ദ്യമായിട്ട് കാണുന്ന ഒരു കാര്യമാണ് ഭോഗാസക്തി. അത് കട്ടിയേറിയ ഒരു ക്ലാവായിട്ട് നിന്നിൽ മാറിയിരിക്കുന്നു എന്ന് കർത്താവ് പറയുന്നത് കാണാൻ പറ്റും. പുറപ്പാട് 32, ലേവ്യർ 20-6 ഇങ്ങനെയുള്ള വചനഭാഗം വായിക്കുമ്പോൾ അന്യദൈവാരാധന ദൈവത്തിന് അറപ്പുളവാക്കുന്ന ഒരു പാപമാണ്. അഹങ്കാരം പോലെ അന്യദൈവാരാധന, ഇങ്ങനെയുള്ള കാര്യങ്ങളെ വെറുക്കുന്നവരായിട്ട് നമ്മൾ മാറണം. അതല്ലാതെ അവ ചങ്കോട് ചേർത്ത് പിടിച്ചിട്ട് ചില സ്ഥലങ്ങൾ വേണമെങ്കിൽ ചില ഭവനങ്ങളിലേക്ക് ചെല്ലുമ്പോൾ അറപ്പ് തോന്നുന്നു എന്നൊക്കെ നമ്മൾ വളരെ എളുപ്പത്തിൽ പറഞ്ഞേക്കാം. അതിനേക്കാൾ അറയ്ക്കേണ്ട കാര്യങ്ങൾ അറയ്ക്കാതെ 2 മക്കബായർ 9-9, അതുപോലെ ജ്ഞാനം 3:19 ഇതെല്ലാം ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ദൈവമക്കൾ അറയ്ക്കേണ്ട ഒരു കാര്യമാണ് അധർമ്മം. അധർമ്മം എന്ന് പറഞ്ഞാൽ എന്താ? ഡൂയിങ് ഇല്ലിസിറ്റ് ഡീഡ്സ്. വിലക്കപ്പെട്ട കാര്യങ്ങൾ അത് ചെയ്യുന്നതാണ് അധർമ്മം. അധർമ്മം വർദ്ധിച്ചാൽ നമ്മുടെ സ്നേഹം തണുത്തു പോകും. മത്തായി 24-12 വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത് ആ ഒരു കാര്യമാണ്. നിയമാവർത്തനം 23-18-ാമത്തെ വചനം കൂടി എടുക്കുകയാണെങ്കിൽ ദൈവം അറയ്ക്കുന്ന ഒരു കാര്യമാണ് വേശ്യയുടെ വേതനം, നായയുടെ കൂലി. നായ എന്ന് പറഞ്ഞാൽ ആൺവേശ്യ. അങ്ങനെയുള്ള കാര്യങ്ങൾ ദൈവം അറയ്ക്കുന്നു എന്നുള്ളത് ഈ വചനം നമ്മെ ഓർമ്മിപ്പിക്കുക. നമുക്ക് ഇതിൻ്റെ വെളിച്ചത്തിൽ ഇനി നമ്മൾ കാണാൻ പോകുന്നത്, ദൈവമക്കൾ അറയ്ക്കേണ്ട ഒരു 7 കാര്യങ്ങളെക്കുറിച്ച് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതാണ് നമ്മൾ ശരിക്കും നമുക്ക് അറപ്പ് തോന്നേണ്ടത് ഈ കാര്യങ്ങളോടാണ്. ഒന്നാമത്തെ കാര്യം, സങ്കീർത്തനം 119, 163-ാമത്തെ വചനം. അസത്യത്തോട് അറപ്പും വെറുപ്പും നമുക്ക് തോന്നണം. അസത്യം, വായെടുത്ത നുണ പറയുക, കള്ളത്തരം കാണിക്കുക, ഇങ്ങനെയുള്ള ഒരു ജീവിത രീതി ക്രിസ്ത്യാനിക്ക് ചേർന്നതല്ല, ദൈവമക്കൾക്ക് ചേർന്നതല്ല. അസത്യത്തോട് നമുക്ക് അറപ്പും വെറുപ്പും തോന്നണം. പ്രഭാഷകൻ 4:28 എന്താ പറഞ്ഞിരിക്കുന്നത്? മരിക്കേണ്ടി വന്നാൽ പോലും സത്യം വെടിയരുത്, എങ്കിൽ ദൈവമായ കർത്താവ് നിൻ്റെ കൂടെ ഉണ്ടാവും. ആ കർത്താവ് നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യും. അതിന് മരിക്കേണ്ടി വന്നാൽ പോലും അസത്യത്തിലേക്ക് പോകരുത്. രണ്ടാമത്തെ കാര്യം നമുക്ക് കാണാൻ പറ്റും. 2 രാജാക്കന്മാർ 17-ാം അധ്യായം 5 മുതൽ വായിക്കുമ്പോൾ ദൈവമക്കൾ അറയ്ക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നത് കാണാൻ പറ്റും. 7 മുതലുള്ള വചനഭാഗം വായിക്കുമ്പോൾ അതിൻ്റെ 5 മുതലുള്ള വചനങ്ങളുടെ തലക്കെട്ട് തന്നെ സമറിയായുടെ പതന കാരണം, ദൈവമക്കൾക്കും പതന കാരണമായി മാറാവുന്ന ചില കാര്യങ്ങളാണ് ഇവിടെ പറയപ്പെട്ടിരിക്കുന്നത്. 7-ാമത്തെ വചനം, കർത്താവിനെതിരെ ഇസ്രായേൽ ജനം പാപം ചെയ്തു. എന്തായിരുന്നു പാപം? ദൈവത്തിന് അഹിതമായത്
രഹസ്യമായിട്ട് അവർ ചെയ്തു. പരമരഹസ്യമായിട്ട് നമ്മൾ ചെയ്താലും ദൈവം അറിയാതെ പോവുമോ? ദൈവത്തിന് അഹിതമായിട്ടുള്ളത്, ദൈവത്തിന് ഇഷ്ടമാകുന്നതാണ് നമ്മൾ ചെയ്യേണ്ടത്. അഹിതമായത് എന്തായിരുന്നു? അന്യദേവന്മാരോട് ഭക്ത്യാദരം. പുറമെ അവര് ഇസ്രായേലിൻ്റെ ദൈവത്തെ ദൈവമായി കണ്ടു. രഹസ്യമായിട്ട് അന്യദൈവ ആരാധന. വേണേൽ നമുക്കും പകല് പള്ളിയിൽ പോകാം, രാത്രി വേണമെങ്കിൽ പൂജാരിയുടെ അടുത്ത് പോകാം. അങ്ങനത്തെ രഹസ്യമായിട്ടുള്ള അന്യദൈവ ആരാധന അത് അവരുടെ തകർച്ചയ്ക്ക് കാരണമായി. ഈ വചനഭാഗം തന്നെ തുടർന്ന് വായിക്കുമ്പോൾ മൂന്നാമത്തെ ദൈവമക്കൾ അറയ്ക്കേണ്ട കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതാണ് ദുരാചാരങ്ങൾ അനുകരിക്കുന്നത്. നമ്മുടെ ചുറ്റുപാടുമുള്ള ആൾക്കാർ പലതും ചെയ്തേക്കാം, നമുക്ക് അതേ ലൈനിൽ പോകാൻ പറ്റുമോ? അപ്പോൾ പറ്റത്തില്ല. കാരണം നമ്മൾ ദൈവമക്കളാണ്. വചനം അനുവദിക്കാത്തത്, വചനം നമുക്ക് വിലക്കുന്ന കാര്യങ്ങൾ ഒരു കാരണവശാലും നമ്മൾ ചെയ്യരുത്. അതിലൊന്നാണ് ദുരാചാരങ്ങൾ അനുകരിക്കുന്നത്. 7 മുതലുള്ള വചനങ്ങൾ 2 രാജാക്കന്മാർ 17-ാം അധ്യായത്തിൽ 7 മുതൽ മുമ്പോട്ട് വായിക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ അവിടെ കാണാൻ പറ്റും. വിജാതീയ അനുഷ്ഠാനങ്ങളിൽ അവർ വ്യാപരിച്ചു. രഹസ്യമായിട്ടൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങൾ അവർ ചെയ്തു. അത് അവരുടെ തകർച്ചയ്ക്ക് കാരണമായി മാറി. 4-ാമത്തെ കാര്യം, ദൈവമക്കൾ അറയ്ക്കേണ്ട അല്ലെങ്കിൽ അവർ ഉപേക്ഷിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം യൂദാസിൻ്റെ ലേഖനം വായിച്ചാൽ കാണാൻ പറ്റും. അതിൻ്റെ ഒരധ്യായമേ ഉള്ളൂ. അതിൻ്റെ 23-ാമത്തെ വചനം, കളങ്കിതരുടെ വസ്ത്രത്തെ തൊടാൻ പോലും നമ്മൾ അറയ്ക്കണം. അപ്പം പിന്നെ കളങ്കം വരുത്തുന്ന പ്രവൃത്തികളിൽ ഏർപ്പെടുന്നത്, കളങ്കിതരുടെ വസ്ത്രത്തിൽ തൊടാൻ പോലും നാം അറയ്ക്കണം. അതാണ് ഒരു വൃത്തികെട്ട കക്കൂസിനെ അറയ്ക്കുന്നതിനേക്കാൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകേണ്ടത് ഇങ്ങനെയുള്ള അറപ്പാണ്. അവിടെ വചനം കൃത്യമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. പാപിയെ സ്നേഹിക്കണം, പക്ഷേ പാപത്തെ വെറുക്കണം. പാപത്തോട് നമുക്ക് അറപ്പ് തോന്നണം. അതാണ് ആ വചനം നൽകുന്ന സന്ദേശം. 5-ാമത്തെ കാര്യം നമ്മൾ കാണുന്നുണ്ട്. പ്രഭാഷകൻ 12-ന്റെ 2-ാമത്തെ വചനം. പ്രഭാഷകൻ 12-2 പാപ സാഹചര്യങ്ങളെ വെറുക്കണം. പ്രഭാഷകൻ 21-ന്റെ 2-ാമത്തെ വചനത്തിലും കുറച്ചുകൂടെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ പറ്റും. പ്രഭാഷകൻ 21-ന്റെ 2-ാമത്തെ വചനം. പാപ സാഹചര്യം വരുമ്പോൾ ഒരു സർപ്പത്തിൽ നിന്നെന്നതുപോലെ നാം ഓടി അകലണം. പാമ്പിനെ പേടിയുള്ളവർ എഴഞ്ഞു വരുന്ന പാമ്പിനെ കണ്ടാൽ എന്ത് ചെയ്യും? ഓടി അകലും. അതുപോലെ പാപ സാഹചര്യത്തിൽ നിന്ന് ഓടി അകലണം. 6-ാമത്തെ കാര്യം നമ്മൾ കാണുന്നുണ്ട്. 1 കൊരിന്തോസ് 6:18 വ്യഭിചാരം ചെയ്യാൻ അറയ്ക്കണം. വ്യഭിചാരത്തിൽ നിന്ന് ഓടി അകലുവിൻ എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അവസാനത്തെ 7-ാമത്തെ കാര്യമാണ് പ്രതികാരദാഹം. ഒരു ക്രിസ്ത്യാനി പ്രതികാരം വീട്ടാൻ അറയ്ക്കണം എന്നാണ് വചനം നമ്മെ ഓർമ്മിപ്പിക്കുക. റോമ 12:19 മുതൽ വായിക്കുമ്പോൾ പ്രതികാരം നിങ്ങൾ ചെയ്യേണ്ടതല്ല, അതെനിക്ക് വിട്ടു തന്നേക്കുക. ഇന്ന് പ്രതികാരദാഹത്താൽ ജീവിതം മുമ്പോട്ട് നയിക്കുന്ന വ്യക്തികളെ കാണാൻ പറ്റും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ വെറുക്കാനും ദൈവത്തിൻ്റെ വചനം ഇഷ്ടപ്പെട്ട് ജീവിക്കുവാനും നമുക്ക് തീരുമാനമെടുക്കാം. ഇതിൻ്റെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദവും നമുക്ക് സ്വീകരിക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.